നമസ്തേ. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സംഭവിച്ച ഒരു ദൗർഭാഗ്യകരമായ സംഭവം, ആ സംഭവത്തെ തുടർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റ തിരിച്ചടി, അതായത് ചൗരി ചൗര സംഭവം. 100 വർഷം മുമ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ 1922 ഫെബ്രുവരി 5-ാം തീയതി നടന്ന ഒരു സംഭവം. അതെങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പ്രതികൂലമായി ബാധിച്ചത്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരുന്നു, ഈ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചൗരി ചൗരയെക്കുറിച്ച് പറയുമ്പോൾ അതിനു മുമ്പായി നമ്മൾക്ക് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനം 1920 ആരംഭിച്ച് 1922 അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു സമര പരിപാടിയായിരുന്നു. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 3 പ്രാദേശിക സമരങ്ങളും 3 ദേശീയ പ്രാധാന്യമുള്ള സമരങ്ങളും നടന്നിട്ടുണ്ട്. പ്രാദേശികമായി പറയുകയാണെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം. ഇനി ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ 20കളുടെ തുടക്കത്തിൽ നടന്ന നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ്, 30കളുടെ തുടക്കത്തിൽ നടന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, 40കളുടെ തുടക്കത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇതിൽ ആദ്യത്തത് നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. എന്തായിരുന്നു ഈ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലം എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന ഒരു ജനത, ആ ജനതയ്ക്ക് ബ്രിട്ടീഷുകാർ സമ്മാനിച്ച ഒരു വൻ ദുരന്തമുണ്ടായിരുന്നു. അതായിരുന്നു 1919 ഏപ്രിൽ 13-ാം തീയതി നടന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇതേ തുടർന്ന് ഇന്ത്യയിൽ വ്യാപകമായിട്ട് ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം അലയടിക്കുന്നു. ഈ അവസരത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന ഈ ആശയം അത് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സമയത്ത് പലർക്കും അതിനോട് വിയോജിപ്പുണ്ടായിരുന്നു. വിയോജിപ്പുണ്ടായവർ പ്രധാനമായിട്ടും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങി പുറപ്പെട്ട മഹാരഥന്മാരായ ലോകമാന്യ ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്, CR ദാസ്, അങ്ങനെ ഒരു പറ്റം നേതാക്കൾക്ക് ഈ ആശയത്തോട് വിയോജിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ബാലഗംഗാധര തിലകൻ ഈ പ്രോഗ്രസീവ് നോൺ വയലൻറ്റ് നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന ആശയത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഭൂരിപക്ഷം ആളുകളും ഇത് വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒപ്പം നിൽക്കും എന്നും അദ്ദേഹം പറയുന്നു. അർദ്ധ മനസ്സോടുകൂടിയായിരുന്നു അദ്ദേഹം ഇതിന് ഒരു അംഗീകാരം കൊടുത്തിരുന്നത്. എന്തായിരുന്നു ഈ പ്രക്ഷോഭ പരിപാടിയുടെ രീതി എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും ഈ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് കൽക്കട്ടയിലും നാഗ്പൂരിലുമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്നു. ഈ സമ്മേളനങ്ങളിൽ വെച്ച് ഉള്ള തീരുമാനമായിരുന്നു, ആ സമ്മേളനങ്ങളിൽ വെച്ച് ഈ പ്രക്ഷോഭം ആസൂത്രണം ചെയ്യാനും ആരംഭിക്കാനും അവസാനിപ്പിക്കാനും ഉള്ള പരമാധികാരം, അതായത് പ്ലെനി പൊട്ടൻഷ്യറി പവേഴ്സ് മഹാത്മാഗാന്ധിക്കായിട്ട് നൽകുന്നു. ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വയലൻ്റായ ഒരു നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഈ നോൺ വയലൻറ്റ് നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ രീതി ആദ്യമായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ച മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോം ആക്ട് പ്രകാരം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു പ്രാദേശിക തലത്തിൽ. ആ തിരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കുക,
കോൺഗ്രസ്സുകാർ ആരും നാമനിർദ്ദേശ പത്രിക കൊടുക്കരുത്, ആരും വോട്ട് ചെയ്യാനും പോകരുത്. ഇതായിരുന്നു ഒരു പരിപാടി. രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികളെല്ലാം തന്നെ തിരിച്ചു കൊടുക്കുക, ബ്രിട്ടീഷുകാർക്കായിട്ട് തിരിച്ചു കൊടുക്കുക. അതിന് ഒരു ഉദാഹരണമായിട്ട് മഹാത്മാഗാന്ധി തന്നെ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ബ്രിട്ടീഷുകാർ നടത്തിയ ബോയർ യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ നൽകിയിട്ടുള്ള 2 മെഡലുകളുണ്ടായിരുന്നു. ആ മെഡലുകൾ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുക്കുന്നു. ഒപ്പം ഒരു കത്തും അദ്ദേഹം അതിൻ്റെ കൂടെ വെക്കുന്നു. ആ കത്തിൽ അദ്ദേഹം പറയുന്നത്, I cannot retain neither respect nor affection towards a government which is moving from wrong to defend its immorality എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതേപോലെ തന്നെ പലരും തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു. ഒപ്പം തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അവർ ജോലി രാജിവെക്കുക. ഒപ്പം തന്നെ ഇവിടെ ഇന്ത്യയിലെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ബാരിസ്റ്റർമാർ അവരുടെ പ്രാക്ടീസ് നിർത്തിവെക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ വിദ്യാർത്ഥികളോട് സ്കൂളുകൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. സാധാരണക്കാരോട് ബ്രിട്ടീഷ് വസ്തുക്കൾ വർജിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ഈ ആഹ്വാനത്തിലെല്ലാം തന്നെ ഒരു വലിയ പ്രത്യാശ ജനങ്ങൾക്ക് ഇടയിലുണ്ടായിരുന്നു. ആ കാലത്ത് തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം ലണ്ടനിൽ പോയി ICS പരീക്ഷ എഴുതി 4ാം റാങ്കോടുകൂടി തിരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ ഈ ICS തിരിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഒരു ഉദാഹരണം മാത്രം, ഇതേപോലെ ധാരാളം ആളുകൾ തങ്ങളുടെ സർവസ്വവും രാജ്യത്തിന് വേണ്ടി ത്യജിക്കാനായിട്ട് തയ്യാറാകുന്നു. പ്രക്ഷോഭം ആരംഭിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1920 ഓഗസ്റ്റ് 1-ാം തീയതി ആയിരുന്നു. പക്ഷെ ജൂലൈ 31-ാം തീയതി ബാലഗംഗാധര തിലകൻ അന്തരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതിൽ പങ്കെടുക്കാതെ തന്നെ ഇഹലോകവാസം വെടിയുകയാണ് ഉണ്ടാകുന്നത്. പ്രക്ഷോഭം വളരെ ശക്തമായിരുന്നു. പതുക്കെയായിരുന്നു ഈ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നത്. ഈ പ്രക്ഷോഭത്തിനോടൊപ്പം തന്നെ മഹാത്മാഗാന്ധി മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും പിന്തുണ നൽകാനായിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. അദ്ദേഹം ഹിന്ദുക്കളോടായി പറയുന്നത് മുസ്ലിങ്ങളുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഹിന്ദുക്കൾ സർവ്വ പിന്തുണയും നൽകണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ സിൻസിയർ ബ്രദർ ടു ഹെൽപ്പ് ഹിസ് ബ്രദർ ഇൻ ഡിസ്ട്രസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുപ്രകാരം ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിനും ഈ ഇന്ത്യയിലെ ജനങ്ങൾ പിന്തുണ നൽകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഒരേ സമയത്ത് 2 പ്രസ്ഥാനങ്ങളായിരുന്നു നടന്നിരുന്നത്. ഒന്ന് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണെങ്കിൽ മറ്റേത് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് തികച്ചും ഒരു മതപരമായിട്ടുള്ള കാര്യമായിരുന്നു. ഖലീഫയുടെ സ്ഥാനം നിലനിർത്തുക എന്നുള്ള ഒരു ആഗോള മുസ്ലിം പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നു ഖിലാഫത്ത്. അതും നടക്കുന്നു. ഈ പ്രക്ഷോഭം ആദ്യഘട്ടത്തിൽ പതുക്കെ ജനങ്ങളിലേക്ക് എത്തുന്നു. ജനങ്ങൾ ഇത് കൈനീട്ടി സ്വീകരിക്കുന്നു. പ്രക്ഷോഭത്തിൽ എല്ലാവരും ആവേശത്തോടുകൂടി പങ്കെടുക്കുന്നു. ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യയിലേക്ക് വെയിൽസ് രാജകുമാരനെ അയക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുന്നു. എന്തിനു വേണ്ടിയാണ് വെയിൽസ് രാജകുമാരൻ ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് ഇന്ത്യക്കാർ ചോദിച്ചപ്പോൾ അത് 1-ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യക്കാർ നൽകിയ സേവനത്തിന് നന്ദി പറയാൻ വേണ്ടിയായിരുന്നു എന്നായിരുന്നു ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു പക്ഷം. പക്ഷേ ഇന്ത്യക്കാർ പറഞ്ഞിരുന്നത്, ബ്രിട്ടീഷ് ഭരണകൂടവും ബ്രിട്ടീഷ് ജനതയും ഞങ്ങളോട് നന്ദി പറഞ്ഞു കഴിഞ്ഞു. ജാലിയൻ വാലാബാഗിൽ ആയിരക്കണക്കിന് ആളുകളെ
കൊന്നൊടുക്കിക്കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ മറുപടി അല്ലെങ്കിൽ നന്ദി പ്രകടനം നടത്തിയിട്ടുണ്ട്, ഇനിയൊരു നന്ദി പ്രകടനത്തിൻ്റെ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന വെയിൽസ് രാജകുമാരൻ, അതായത് ഭാവി രാജാവ്, ഇംഗ്ലണ്ടിൻ്റെ ഭാവി രാജാവാണ്, അദ്ദേഹത്തെ ബഹിഷ്കരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് റീഡിംഗ് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനായിട്ട് നിർദ്ദേശം നൽകുന്നു. ആയിരക്കണക്കിന് ആളുകളെ മൃഗീയമായി ലാത്തി ചാർജ് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു, പത്ര സ്വാതന്ത്ര്യം ഹനിക്കുന്നു, പത്രങ്ങൾക്ക് മുകളിൽ നിരോധനം ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഈ പ്രക്ഷോഭത്തെ അടിച്ച് തകർക്കുക എന്നുള്ള നയമായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം കൈക്കൊണ്ടിരുന്നത്. ഇന്ത്യയിൽ ഈ വെയിൽസ് രാജകുമാരൻ സന്ദർശനം നടത്തുന്ന വേളയിൽ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ വിട്ടു പോയ ശേഷം പിന്നീട് മൃഗീയമായിട്ടുള്ള നരനായാട്ടായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഈ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ ഈ പ്രക്ഷോഭത്തിൻ്റെ ഗതി മാറ്റാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്ന തരത്തിൽ സിവിൽ നിയമലംഘനം നടത്താം എന്നുള്ള ഒരു ആലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഒരു പരീക്ഷണാർത്ഥം ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിനെ ഗുജറാത്തിലേക്ക് അയക്കുന്നു. അദ്ദേഹം ബർദോലിയിൽ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നു. സിവിൽ നിയമലംഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ നിയമം ലംഘിക്കുക, ഉദാഹരണമായിട്ട് ഈ ടാക്സുകൾ, ലാൻഡ് ടാക്സ്, അതായത് ഭൂനികുതി ആരും കൊടുക്കാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. അവർ വല്ലഭായ് പട്ടേലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ നികുതി കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഭൂമി, കൃഷിഭൂമി ഭരണകൂടം പിടിച്ചെടുക്കില്ലേ എന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരുന്നത്, ബ്രിട്ടീഷുകാർക്ക് നിങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ സാധിക്കും, പക്ഷേ ഈ ഭൂമി ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല, അതുകൊണ്ട് ധൈര്യമായി മുന്നേറിക്കൊള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എല്ലാം തയ്യാറായി ഈ നിസ്സഹകരണ പ്രസ്ഥാനം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു. ബർദോലിയായിരുന്നു തുടക്കം. ബർദോലിയിൽ നിന്ന് തുടങ്ങാം എന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. 1922 ഫെബ്രുവരി 1 മഹാത്മാഗാന്ധി വൈസ്രോയ്ക്ക് ഒരു കത്ത് നൽകുന്നു. ആ കത്തിൽ പറയുന്നത്, ഒരാഴ്ചക്കകം ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ എല്ലാം തന്നെ ജയിലിൽ നിന്ന് വിട്ടയക്കണം, ഒപ്പം എല്ലാ കേസുകളും പിൻവലിക്കണം, പത്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ സെൻസർഷിപ്പ് പിൻവലിക്കണം. അങ്ങനെ ധാരാളം ആവശ്യങ്ങൾ ഈ റീഡിംഗ് പ്രഭുവിൻ്റെ മുമ്പിൽ വെക്കുന്നു. ഇത് പാലിക്കാത്ത പക്ഷം ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞാൽ സിവിൽ നിയമലംഘനം ആരംഭിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. രാജ്യം മുഴുവനും സിവിൽ നിയമലംഘനം നടത്താനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ഒരു ദുരന്തം സംഭവിക്കുന്നു. ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. ഇന്ത്യയിൽ അന്ന് 5 പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിലുണ്ടായിരുന്നു. ബോംബെ പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി, അതേപോലെ ബംഗാൾ പ്രസിഡൻസി, ദ സെൻട്രൽ പ്രോവിൻസസ്, ദ യുണൈറ്റഡ് പ്രോവിൻസസ്. യുണൈറ്റഡ് പ്രോവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ഗോരഖ്പൂർ എന്ന് പറയുന്ന ജില്ലയിൽ ചൗരി ചൗര എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമുണ്ട്. ആ പ്രദേശത്തു കൂടി രാത്രിയിൽ പന്തം കൊളുത്തിക്കൊണ്ട് ചില കോൺഗ്രസ് പ്രവർത്തകർ ഒരു പ്രകടനം നടത്തുമ്പോൾ പോലീസ് സ്റ്റേഷന് സമീപത്ത് കൂടിയാണ് പ്രകടനം നടന്നു പോയിരുന്നത്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ യാതൊരു പ്രകോപനവും കൂടാതെ തന്നെ ഈ പ്രവർത്തകരെ ആക്രമിച്ചു. ഈ ആക്രമം ഒടുവിൽ ഈ പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ ഈ ദുരന്തത്തിലേക്ക് പര്യവസാനിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പോലീസുകാർ ഈ പ്രവർത്തകരെ ഉപദ്രവിച്ച സമയത്ത് എല്ലാവരും പോലീസുകാർക്കെതിരെ തിരിയുന്നു. പോലീസുകാർ കൂട്ടത്തോടു കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്നു, വാതിലടയ്ക്കുന്നു. ഈ ആളുകൾക്ക് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു പോലീസുകാർ ആക്രമിച്ചിരുന്നത്. അപ്പോൾ സംയമനം നഷ്ടപ്പെട്ട ഈ പ്രവർത്തകർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തങ്ങൾ പോലീസ് സ്റ്റേഷനകത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷന് തീപിടിക്കുന്നു. ഈ അഗ്നിയിൽ 22 പോലീസുകാർ, അതിൽ 21 കോൺസ്റ്റബിൾസും ഒരു സബ് ഇൻസ്പെക്ടറുമാണ്
ഈ 22 പേർ എല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുന്നതിൽ വളരെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ആ കാലത്തെ ഇന്ത്യക്കാരായ പോലീസുകാരായിരുന്നു. 22 പോലീസുകാർ ഈ അഗ്നിയിൽ വെന്ത് വെണ്ണീറായി. ഈ സംഭവമാണ് ചൗരി ചൗര എന്ന് പറയുന്ന സംഭവം. ഈ വാർത്ത രാജ്യം മുഴുവനും എത്തുന്നു. ചൗരി ചൗരയിൽ 22 പോലീസുകാർ അഗ്നിക്കിരയായി അവർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ടു. ഇതോടുകൂടിയിട്ട് നടത്താൻ തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനവും നടത്താൻ തീരുമാനിച്ച സിവിൽ നിയമലംഘനവും നിർത്തിവെക്കാനായിട്ട് മഹാത്മാഗാന്ധി ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു ചെറിയ സ്ഥലത്ത് നടന്ന സംഭവത്തിൻ്റെ പേരിൽ രാജ്യവ്യാപകമായി നടത്താൻ പോകുന്ന ഒരു പ്രക്ഷോഭ പരമ്പര അത് നിർത്തുക എന്ന് പറയുന്നത് വലിയ തിരിച്ചടിയായിരിക്കും എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു, നേതാക്കൾ മനസ്സിലാകുന്നു. അവർ പലരും മഹാത്മാഗാന്ധിയോട് ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇതിൽ പ്രധാനമായിട്ടും പറയേണ്ടത് 2 നേതാക്കളുടെ ആവശ്യങ്ങളായിരുന്നു, പ്രഖ്യാപനങ്ങളായിരുന്നു. ഒന്ന്, മഹാത്മാഗാന്ധിയുടെ അരുമശിഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു. അദ്ദേഹം പറയുന്നത്, എ ടൗൺ at the foothills of Himalayas should not be punished if a village in Cape Comorin failed to observe non-violence. Abandon Chowri Chowra. If needed, Gorakhpur and go ahead with civil disobedience, individual and mass. അതായത് കന്യാകുമാരിയിലെ ഒരു ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നോൺ വയലൻസ്, അഹിംസാ സിദ്ധാന്തം ആചരിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കേണ്ടത് ഹിമാലയ സാനുക്കളിലെ ഒരു നഗരത്തെ അല്ല, ചൗരി ചൗരയെ വിട്ടേക്കുക, വേണമെങ്കിൽ ഗോരഖ്പൂരിനെയും ഒഴിവാക്കി കളയുക, എന്നിട്ട് സിവിൽ നിയമലംഘനവുമായിട്ട് മുന്നോട്ട് പോവുക. ഇതായിരുന്നു ഈ ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രഖ്യാപനം. പക്ഷേ വളരെ കൃത്യമായിട്ട് മഹാത്മാഗാന്ധിയുടെ ഈ തീരുമാനം വെറുമൊരു തീരുമാനമല്ല, ഇതൊരു ദേശീയ ദുരന്തമാണ് എന്ന് കഠിനമായിട്ട് അധിക്ഷേപിച്ചിരുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് അന്ന് മഹാത്മാഗാന്ധിയോടായിട്ട് പറയുന്നത്, ടു സൗണ്ട് ദ നോട്ട് ഓഫ് റിട്രീറ്റ് when popular enthusiasm is reaching in its boiling point is nothing short than a national disaster എന്നായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് സുഭാഷ് ചന്ദ്രബോസ് പ്രതികരിച്ചിരുന്നത്. അതായത് ജനങ്ങളുടെ ആവേശം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് മടങ്ങിക്കൊള്ളൂ എന്ന് പറയുന്നത് ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ ഒന്നും തന്നെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തെ എതിർക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. പക്ഷേ ഗാന്ധിജി തൻ്റെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഏതാനും നാളുകൾക്ക് ശേഷം ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതോടുകൂടിയിട്ട് രാജ്യത്ത് മുഴുവനും തന്നെ ഇനി എന്ത് എന്നുള്ള ചോദ്യമായിരുന്നു ഉയർന്നിരുന്നത്. ഒരു വലിയ പ്രക്ഷോഭം അത് പുതിയ ഒരു തലങ്ങളിലേക്ക് വഴിമാറുന്ന ഘട്ടത്തിൽ, ഒരു സുപ്രധാനമായ ഘട്ടത്തിൽ മഹാത്മാഗാന്ധി നടത്തിയ അല്ലെങ്കിൽ കൈക്കൊണ്ട ഈ തീരുമാനം, മഹാത്മാഗാന്ധിയുടെ ഭാഷയിൽ തന്നെ അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി, ഐ ഹാവ് കമ്മിറ്റഡ് ഹിമാലയൻ ബ്ലണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നടത്തിയ ഒരു ഹിമാലയൻ ബ്ലണ്ടർ ആയിട്ട് നമ്മൾക്ക് കാണാം. കാരണം വിജയത്തിന് ഏതാനും ഇഞ്ചുകൾക്ക് അടുത്ത് വെച്ച് പരാജയപ്പെട്ടു പോയ ഒരു പ്രക്ഷോഭമായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ബർദോലിയിൽ ആരംഭിച്ച് രാജ്യം മുഴുവനും വ്യാപിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കലാശിക്കേണ്ട ഈ പ്രക്ഷോഭത്തിന് ഒരു തടയിടുന്നതിന് ഹേതുവായി മാറുന്നത് ഈ സംഭവമായിരുന്നു. ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഈ ദുരന്തമായിരുന്നു. നമസ്തേ.